പാലക്കാടിലെ പഴനി എന്നറിയപ്പെടുന്ന തടുക്കശ്ശേരി ശ്രീ പാമ്പേരിയൻ പാറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പുതിയ കോവിലകത്തെ വലിയ തമ്പുരാട്ടിക്ക് സന്താനഭാഗ്യം ഇല്ലാതിരുന്ന സമയം അവിടെ വച്ച് അഷ്ടമംഗല്യ വിധിപ്രകാരം കോവിലകത്തിൻ്റെ അധീനതയിൽ കേരളശ്ശേരിയിൽ തടുക്കശ്ശേരിയിലുള്ള മലയുടെ മുകളിൽ ഒരു ശ്രീകോവിൽ പണിത് അവിടെ ഒരു നാഗരൂപ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ നടത്തി പൂജകൾ ചെയ്തു വന്നാൽ സന്താനഭാഗ്യം കൈവരിക്കുമെന്ന് കാണുകയാൽ അത് പ്രകാരം ക്ഷേത്രം പണിയുകയും വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നും വലിയ തമ്പുരാട്ടിക്ക് സന്താനഭാഗ്യം കൈവരിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വാസം. ഈ ക്ഷേത്രമാണ് പാമ്പേരിയൻ പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അന്ന് പ്രതിഷ്ഠിച്ച അതേ വിഗ്രഹം തന്നെയാണ് ക്ഷേത്രത്തിൽ ഇപ്പോഴും ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു ദിവസം അതിവൃദ്ധയായിരുന്ന ഒരു സ്ത്രീ തീർത്ഥാടനം കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ചോലയുടെ സമീപത്ത് ക്ഷീണിച്ച് ഇരിക്കുകയായിരുന്നുവത്രേ. അതികഠിനമായ വിഷമത്തോടും സന്താന ദുഃഖവും ദാരിദ്ര്യവും അവരെ കീഴ്പ്പെടുത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ദാഹം അനുഭവപ്പെട്ടു. ദാഹം തീർക്കുന്നതിന് വേണ്ടി കയ്യിലുള്ള രത്നം ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വെച്ച് ചോലയിലിറങ്ങി ദാഹം തീർത്തു വന്നപ്പോൾ ആ ഉത്കൃഷ്ടമായ രത്നം ഒരു സർപ്പം കൊണ്ടുപോകുന്നതായാണ് കണ്ടത്. പെട്ടെന്ന് ആ സർപ്പം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആകെ തളർന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന സമയത്ത് ചോലയിലൂടെ വെള്ളം കുടിച്ച് പാറയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന സർപ്പത്തെയാണ് മുത്തശ്ശി കണ്ടത്. പിന്നീട് ഈ ക്ഷേത്ര പരിസരത്ത് മുത്തശ്ശി സർപ്പത്തെയും കാത്ത് അധിവസിച്ചു പോന്നു എന്നും ആ മുത്തശ്ശിയുടെ സാന്നിധ്യം ഇന്നും ഈ ക്ഷേത്ര പരിസരത്ത് കുടികൊള്ളുന്നു. മുത്തശ്ശിയുടെ സാന്നിധ്യം കുടികൊള്ളുന്ന മുത്തശ്ശിയെ മുത്തശ്ശിയാർ ഭഗവതി സാന്നിധ്യമായി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ചു പോരുന്നു. ക്ഷേത്രവും ക്ഷേത്ര പരിസരവും പ്രകൃതിയോട് ഇണചേർന്ന് നിൽക്കുന്നത് നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. ഇപ്പോഴും ആ പാറയിൽ പാമ്പ് ഇഴഞ്ഞു എന്ന് പറയപ്പെടുന്ന അടയാളം നമുക്ക് കാണാൻ കഴിയും. ദിവസവും കാലത്ത് 5 മണി മുതൽ 9 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയും ക്ഷേത്രനട തുറന്നിരിക്കുന്നതാണ്. എല്ലാ വെളുത്ത ഷഷ്ടിക്കും ഷഷ്ടി പൂജകൾ, കർക്കിടക ഷഷ്ടിക്ക് അന്നദാനം, തുലാമാസത്തിലെ സ്കന്ദ ഷഷ്ടിക്ക് അന്നദാനം, കാർത്തിക വിളക്ക്, തൈപ്പൂയ മഹോത്സവം എന്നിവ വിശേഷ